ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ECB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രധാനമായിട്ട് ഈ പറഞ്ഞ LDCയുടെ LGSന്റെ ഒക്കെ നിയമനത്തിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് സുഹൃത്തുക്കളോട് സംശയമായിരുന്നു ഈ പറയുന്ന അങ്ങനെയെങ്കിൽ നമ്മുടെ CPO-ആയിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ നടന്നിട്ടുണ്ടായിരുന്ന അഡ്വൈസിന്റെ മറ്റു കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഈ പറഞ്ഞ CPO-യോട് ഇതുവരെ നടന്നിട്ടുണ്ടായിരുന്ന ഈ പറയുന്ന അഡ്വൈസുകൾ ഇതെല്ലാം ആണെന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് നോക്കുന്നത് എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ കുറച്ച് കാര്യങ്ങളൂടെ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അത് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ പറയട്ടെ, ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന CPO-യുടെ മുൻ വർഷങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്ന എക്സാമിന്റെ ഒക്കെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ട് ഈ പറയുന്ന തിരുവനന്തപുരത്തിന്റെയും പത്തനംതിട്ടയുടെയും SAP-യുടെയും അതേപോലെ തന്നെ ഈ പറയുന്ന KP3-യുടെയും ആണെന്ന് തോന്നുന്നു അല്ലെ, പത്തനംതിട്ടയുടെ ആണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കയറി നോക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇപ്പോൾ പബ്ലിഷ് ആയിട്ടുണ്ട്. ഓക്കെ, PSC വെബ്സൈറ്റിൽ അത് പബ്ലിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് ഒക്കെ ഒന്ന് കയറി നോക്കുക. നിങ്ങളുടെയൊക്കെ പേര് ഈ പറയുന്ന രീതിയിൽ ഫിസിക്കലായി മെഡിക്കലായി കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ പേര് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, റാങ്ക് ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലയോ നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കുന്ന എപ്പോഴും നന്നായിരിക്കും. ഓക്കെ, നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 593/2023 കാറ്റഗറി നമ്പർ വന്നിട്ടുണ്ടായിരുന്ന ഇപ്പോൾ 2024 എന്ത് ചെയ്യുന്നത് എക്സാമിനേഷൻ മറ്റും നടന്നിട്ടുണ്ടായിരുന്ന വിവിധ CPO-കളിലേക്കുള്ള വിവിധ ബറ്റാലിയനുകളുള്ള ആർമഡ് പോലീസ് ബറ്റാലിയനിലേക്കുള്ള നിയമനങ്ങളുടെ നില എങ്ങനെയാണ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിനകത്ത് ചില ഈ പറയുന്ന ബറ്റാലിയനുകളിലേക്കുള്ള ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്ന് വിധം നോക്കാം. ആദ്യം തന്നെ പത്തനംതിട്ടയാണ് നോക്കുന്നത്. KP3 എന്ന് പറയുന്ന റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് 16/4/2025 മൊത്തത്തിൽ 371 പേർക്കാണ് എന്ത് ചെയ്യുന്നത് ഇതുവരെ നിയമനം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും 4/4/2026 അവസാനത്തെ നിയമനം വന്നത്. 15/4 എന്ത് ചെയ്തിരുന്നു ഈ പറയുന്ന അതിന്റെ ക്യാൻസലേഷൻ നടന്നിട്ടുണ്ടായിരുന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് ഇടുക്കി നോക്കുകയാണെങ്കിൽ KP5 നോക്കുകയാണെങ്കിൽ 16/4/2025 ഇടുക്കിയിൽ എന്ത് ചെയ്യുന്നത് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. 250 പേരാണ് എന്ത് ചെയ്യുന്നത് ഇതുവരെ അഡ്വൈസ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. 28/2/2026 അവസാനത്തെ അഡ്വൈസ് എന്ത് ചെയ്യുന്നത് പോയിട്ടുണ്ടായിരുന്നത്. നമ്മളിത് പ്രധാനമായിട്ട് ഇപ്പോൾ PSC-യുടെ വെബ്സൈറ്റിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഓക്കെ, ഞാനിത് എങ്ങനെയാണ് ഈ പറയുന്നത് എടുക്കുന്നത് അല്ലെങ്കിൽ ഈ പറയുന്നത് നമ്മൾ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് പറയുന്നത് എന്നുള്ള സംശയം പൊതുവെ എല്ലാവർക്കും ഉണ്ടാകാം. PSC-യുടെ വെബ്സൈറ്റ് എല്ലാവരും പോവുക. വെബ്സൈറ്റ് പോയ സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റിലേക്ക് ചെന്നതിന് ശേഷം ആ സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റിൽ നിങ്ങൾ എഴുതിയ പരീക്ഷ എഴുതുകയാണെന്നുള്ളത് അതിനൊരു കാറ്റഗറി നമ്പർ കാണുക. കാറ്റഗറി നമ്പർ അടിച്ചു കൊടുക്കുക. ഇപ്പൊ നമ്മളിത് പറയുന്ന 593/2023 എന്നുള്ള കാറ്റഗറി നമ്പർ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ നോക്കുന്നത്. അത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ താഴെയായിട്ട് ഈ പറയുന്ന അഡ്വൈസ് എത്ര പേര് എഴുതി എന്തായിരുന്നു എക്സാമിനേഷൻ പറ്റിയുള്ള വിവിധ ഈ പറയുന്ന ഇത് മുഴുവൻ വിവരങ്ങൾക്ക് അവിടെ ലഭ്യമാകുന്നതായിരിക്കും. അതിനകത്ത് നിങ്ങൾ ഈ പറയുന്ന ഏത് KP ആണ് പ്രധാനമായിട്ട് ഈ പറയുന്ന ജില്ലകളായിരിക്കും അവിടെ കൊടുക്കുക. സെലക്ട് ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് കൊടുക്കുക. അതിനകത്ത് ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടെ ജില്ല ഏതാണ്, ജില്ല ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ പറയുന്ന KP-കളാണ്. KP5 ഇടുക്കി, KP3 പത്തനംതിട്ട, അത് SAP തിരുവനന്തപുരം അങ്ങനെയാണ് കൊടുക്കാറ്. അപ്പൊ ഏതാന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഈ പറഞ്ഞ രീതിയിൽ എത്രത്തോളം അഡ്വൈസുകൾ പോയിട്ടുണ്ട്, എന്നാണ് അവസാനത്തെ അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നത്, എന്നാണ് റാങ്ക് ലിസ്റ്റ് വന്നത്, റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഴുവനായിട്ട് നിങ്ങൾക്ക് എന്ത് ലഭ്യമാകുന്നതായിരിക്കും. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇവിടെ ഇത് പറഞ്ഞു പോകുന്നത് എന്നുള്ളതാണ്. എറണാകുളം നോക്കുകയാണെങ്കിൽ KP1 16/4/2025 261 പേർക്കാണ് എന്ത് ചെയ്യുന്നത് ഇവരെ നിയമനം പോയിട്ടുണ്ടായിരുന്നത്. 23/3/2026 അവസാന നിയമനം പോയത്. തൃശ്ശൂർ നോക്കുകയാണെങ്കിൽ തൃശ്ശൂർ KP2 മൊത്തത്തിൽ ഈ പറയുന്ന രീതിയിൽ 211 പേർക്കാണ് അധികം നിയമനം വന്നിട്ടുണ്ടായിരുന്നത്. 5/12 കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് അവസാന നിയമനം നടന്നത്. മലപ്പുറം MSP മലബാർ സ്പെഷ്യൽ പോലീസ് ഈ പറയുന്ന 286 പേർക്കാണ് എന്ത് ചെയ്യുന്നത് നിയമനം നടന്നത്. 17/12 അവസാന നിയമനം നടന്നത്. കാസർഗോഡ് നോക്കുകയാണെങ്കിൽ കാസർഗോഡ് KP4 മൊത്തത്തിൽ 358 പേർക്കാണ് എന്ത് ചെയ്യുന്നത് മുഴുവനായിട്ട് അഡ്വൈസ് പോയിട്ടുള്ളത്. നോക്കിയേ 31/3/2026 മാർച്ച് മാസത്തിലാണ് അവസാനത്തെ അഡ്വൈസ് പോയത് എന്നുള്ളതാണ്. തിരുവനന്തപുരം സ്പെഷ്യൽ ആർമഡ് പോലീസിനകത്ത് നോക്കിയേ 16/4/2025 314 അഡ്വൈസുകളാണ് ഇതുവരെ പോയിട്ടുണ്ടായിരുന്നത്. 6/4/2026 അതായത് ഈ മാസം 6-ാം തീയതിയാണ് അവസാനത്തെ അഡ്വൈസ് എന്ത് ചെയ്യുന്നത് പോയത് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് ഇതിനകത്ത് എന്ത് ചെയ്യുന്നത് പൊതുവെ ഈ പറയുന്ന എത്ര അഡ്വൈസുകൾ പോയി എന്നുള്ളതിനെ ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത്ര അഡ്വൈസുകളാണ് ഓരോ KP-യോട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നത് പോയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കുക, അത് നോക്കിയ ശേഷം മനസ്സിലാവുക ഏകദേശം എത്രത്തോളം നിയമനങ്ങൾ ഒരു KP-യുടെ കീഴിൽ നടക്കുമെന്നുള്ളത് ഇത് നമുക്ക് എന്ത് പറ്റും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ എന്നാണ് ഈ റാങ്ക് ലിസ്റ്റ് അവസാനിച്ചത് എന്നുള്ളത് ചിലതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അതും കൂടെ എന്ത് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇനി വരാൻ വേണ്ടി പോകുന്ന അതായത് ഇനി നടക്കാൻ വേണ്ടി പോകുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് അതായത് 2026 നടക്കാൻ വേണ്ടി പോകുന്ന CP എക്സാമിനേഷൻസിന് വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ ഒരു കാര്യം ആലോചിക്കാം.
മുൻ വർഷത്തെക്കാളും ആളുകൾ ഈ വർഷം എഴുതുന്നത് കുറവാണ് എന്നുള്ളതാണ് അല്ലെ. ഈ പറയുന്ന മുൻ വർഷത്തിൽ എഴുതുന്ന ഈ പറയുന്ന CP എക്സാമിനേഷന് വേണ്ടിയിട്ട് എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളുമായിട്ട് ഈ പറഞ്ഞ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വർഷം എഴുതുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇച്ചിരിയും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഈ കോമ്പറ്റീഷൻ മുൻ വർഷങ്ങളെക്കാളും ഇച്ചിരിയും കൂടെ കുറഞ്ഞു കിട്ടുമെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പരമാവധി പോലീസിലെ ഒരു യൂണിഫോം ജോലിയാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ, അപ്പൊ നിങ്ങൾക്കൊരു കാക്കി കുപ്പായം അണിഞ്ഞുകൊണ്ട് ഈ പറയുന്ന പോലീസിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇച്ചിരി എഫോർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ പരീക്ഷ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങളുടെ ലക്ഷ്യം ഈ പറഞ്ഞ പോലീസ് ആണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, അതിലേക്ക് നിങ്ങൾക്ക് ചെന്നെത്താൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, അതുകൂടാതെ തന്നെ ഈ പറയുന്ന മുൻ വീഡിയോകളിലും മറ്റുമായിട്ട് ഒരുപാട് പേര് ഈ പറയുന്ന ഇവിടെ പോലീസിന്റെ ജോലികളും മറ്റുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ പറയുന്ന കഷ്ടപ്പാടുകളാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ, നിങ്ങളുടെ പാഷൻ എന്ന് പറയുന്നത് പോലീസ് ആണെങ്കിൽ, നിങ്ങളുടെ ഒരു കരിയർ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലീസ് പോലുള്ള ഒരു ആംഡ് സേനയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലീസുകളിലേക്ക് എഴുതി കയറാനും, നിങ്ങൾക്ക് അത് ആസ്വദിച്ച് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ നിങ്ങളുടെ പാഷനൊക്കെ അതായിരുന്നെങ്കിൽ അതിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, മുകളിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് മുന്നോട്ടേക്ക് പോവുക, നിങ്ങളെ കൊണ്ട് പറ്റും. ഈ പറയുന്ന പാഷൻ ആണല്ലോ അപ്പൊ അത് ഈ പറയുന്ന എല്ലാ മനുഷ്യനെയും മുന്നോട്ടേക്ക് ജീവിക്കാൻ എന്ത് ചെയ്യുന്നത്, നമുക്കൊരു പ്രചോദനമായിട്ട് മുന്നിലുള്ളത് അല്ലെ. അപ്പൊ അത്തരത്തിൽ ഈ പറയുന്ന ഓരോ ആഗ്രഹങ്ങളാണ് നമ്മളെ എല്ലാ ദിവസവും ഈ പറയുന്ന ടുമാറോ അല്ലെ ഈ പറയുന്ന രീതിയിൽ നമ്മൾ നാളെയും ജീവിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഈ പറയുന്ന രീതിയിൽ മുന്നോട്ടേക്ക് എന്ത് ചെയ്യുന്നത്, ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഓരോ പ്രതീക്ഷകളാണ് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഈ പറയുന്ന പ്രതീക്ഷകൾ ഒരിക്കലും കൈവിടരുത്, അതിലേക്ക് വേണ്ടിയിട്ട് തന്നെ പഠിക്കുക. അത് കൂടാതെ തന്നെ നമ്മുടെ ഈ പറയുന്ന CPOയുടെ 2025 മറ്റുമായിട്ട് ഈ പറയുന്ന നടന്നിട്ടുണ്ടായിരുന്ന പരീക്ഷകളുടെയൊക്കെ എന്ത് ചെയ്യുന്നു, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് നോക്കുക. അതിനെയൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യാം, പറഞ്ഞു വന്നത് 2024 ഈ പറയുന്ന രീതിയിൽ 2024-2025 ആ സമയങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്ന പരീക്ഷകളുടെ മറ്റുമായിട്ട് റാങ്ക് ലിസ്റ്റ് ആണ് എന്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്തിടെ PS വെബ്സൈറ്റിൽ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കയറി നോക്കണം. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ ആരെങ്കിലും പേരകത്ത് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ എന്ത് ഞങ്ങൾ ഉറപ്പ് വരുത്തുക. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പൊ റാങ്ക് ലിസ്റ്റിലൊക്കെ പേര് വന്നിട്ടുണ്ടായിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും കൺഗ്രാജുലേഷൻസ്. ഓക്കെ, അപ്പൊ നന്നായി വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ വീഡിയോയിൽ പ്രധാനമായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന എത്ര ആളുകൾ അഡ്വൈസ് കിട്ടിയിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണ്. ഇനിയും നിങ്ങൾക്ക് ഈ പറഞ്ഞ എന്തെങ്കിലുമായിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിൽ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ എന്ത് അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് അത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഈ പറയുന്ന വരുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന സല്യൂട്ട് എന്ന് പറയുന്ന ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ, ഹോം സിവിൽ പോലീസ് ഓഫീസർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ പോലുള്ള പരീക്ഷകൾക്ക് നമ്മളിവിടെ ട്രെയിനിങ് നൽകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഒരുമിച്ച് നമുക്ക് പഠിച്ചു പോകാൻ പറ്റും. എന്തെങ്കിലും സംശയം കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളോട് ബന്ധപ്പെട്ട ഡൗട്ടോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തൊട്ട് താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നല്ല രീതിയിൽ തയ്യാറെടുക്കുകയും അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ കമന്റുകൾ, വിലയേറിയ കമന്റുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം തന്നെ എന്ത് തന്നെ ആയാലും നിങ്ങൾ താഴെ എന്ത് ചെയ്യുക, കമന്റായിട്ട് അറിയിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ അഡ്വൈസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കാനും ശ്രമിക്കുക. നിങ്ങളുടെ കൂടുതൽ അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ താഴെ കമന്റായിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം.